യൂട്യൂബിന് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വീഡിയോ ഇടുന്നുള്ളത്. യൂട്യൂബ് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ശരിയായ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബിൽ പല പല മാറ്റങ്ങളും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. യൂട്യൂബിൻ്റെ അപ്ഡേഷന് ഓരോ വർഷം അല്ലെന്ന് 6 മാസം കൊണ്ടുള്ള അപ്ഡേഷൻ വരാറുണ്ട്. അപ്ഡേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറ്, നിങ്ങൾ ചെയ്യുന്നത് യൂട്യൂബ് ക്രിയേറ്റേഴ്സ് പഴയ ക്രിയേറ്റേഴ്സ് എല്ലാം ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും എന്തിനെക്കുറിച്ചും സംസാരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ അവർ വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യേണ്ടതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും, ടൈറ്റിൽ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾക്ക് എന്താണോ അതിൽ പ്രോബ്ലം വന്നിട്ടുള്ളത് ആ പ്രോബ്ലത്തിനനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ കുറേ വീഡിയോസ് കിട്ടും. അപ്പോൾ പഴയ ക്രിയേറ്റേഴ്സ് എല്ലാം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും, അവർ പല റീസൺസും അതിന് പറഞ്ഞിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ കാരണങ്ങളൊന്നും ഇപ്പോൾ വാല്യൂ ഇല്ല. കാരണം എന്താ വെച്ചാൽ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്, യൂട്യൂബിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഫ്രോഡ് ചെയ്യുന്നുള്ളത്, എന്തൊക്കെ കണ്ടന്റ് യൂസ് ചെയ്തിട്ട് ഒരു പണിയും എടുക്കാണ്ട് വെറുതെ കുത്തിയിരുന്നിട്ട് യൂട്യൂബിൽ എന്തൊക്കെ വീഡിയോ പോലും ചെയ്യാണ്ട് വെറുതെ ചുമ്മാ വേറെ ആൾക്കാരുടെ വീഡിയോയിൽ എടുത്തിട്ട് കുറേ ആൾക്കാർ ടെക്നിക്കലി ആയിട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാറുണ്ട്. സ്വന്തം ഫേസ് കാണിക്കാൻ മടിയുള്ള ആൾക്കാരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലായിടത്തും ഓൾറൗണ്ടറാണ്. പക്ഷേ എന്നാലും യൂട്യൂബ് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിയേറ്റേഴ്സെല്ലാം എങ്ങനെയാണ് വീഡിയോ ഇടുന്നത്. എഫേർട്ട് ഇല്ലാത്ത നല്ല അടിപൊളിയായിട്ട് എഫേർട്ട് എടുത്തിട്ട് എഡിറ്റിങ്ങും കറക്റ്റായിട്ട് സൂപ്പറായിട്ട് വീഡിയോ ചെയ്യുന്നവർക്ക് വ്യൂസ് വരുന്നില്ല. ഇവരുടെ വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവർ റിയാക്ഷൻ ചെയ്യുന്ന സമയത്തോ മറ്റുള്ളവർ വീഡിയോ ചെയ്യുന്ന സമയത്തോ അവർക്ക് ഒരുപാട് വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ യൂട്യൂബ് എന്ത് മനസ്സിലാക്കുന്ന ഒറിജിനൽ ഓണർക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് പോകുന്നില്ല. ഇതിന് ഒറിജിനൽ വാല്യൂ ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഡോളറോ പേയ്മെൻറ്റോ റവന്യൂ കിട്ടാതെ പക്ഷം മറ്റുള്ളവർ അവരുടെ വീഡിയോ യൂസ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നത് കാണുമ്പോൾ യൂട്യൂബ് എന്ത് തരുന്നത്, ഓൺ എഫക്റ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ക്രിയേഷനാണ് ആൾക്കാരെയാണ് കൂടുതൽ യൂട്യൂബ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ യൂട്യൂബ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും പുതിയ ക്രിയേറ്റേഴ്സ് ഇതുപോലത്തെ നല്ല നല്ല കണ്ടന്റുകൾ ഇടുന്ന ക്രിയേറ്റേഴ്സ് വരാൻ വേണ്ടിയിട്ട് യൂട്യൂബ് പുതിയ അപ്ഡേഷൻ കൊണ്ടുവരികയാണ്. അത് മാത്രമല്ല ഈ പുതിയ വരുന്ന ക്രിയേറ്റേഴ്സിനാണെങ്കിലും പഴയ ക്രിയേറ്റേഴ്സിനാണെങ്കിലും അവർ എടുക്കുന്ന എഫേർട്ടിന്, അവരെടുക്കുന്ന ബുദ്ധിമുട്ടിന്, അവരെടുക്കുന്ന കഷ്ടപ്പാടിനുള്ള റവന്യൂ യൂട്യൂബ് കൊടുക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ സംഭവം വരുന്നത്. അപ്പം നമ്മളെന്താണ് സംഭവിക്കുന്നത്, നമ്മൾ അവരെ വീഡിയോസ് എടുത്തിട്ട് അതേപടി യൂട്യൂബിൽ എടുക്കുന്ന സമയത്താണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത്. ഞാനും ഇതേ സെയിം വീഡിയോസ് ഓൾറെഡി മുമ്പ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. യൂട്യൂബിൽ നിങ്ങളിങ്ങനെ ഫോട്ടോ ജനറേറ്റ് ചെയ്തിട്ട് വീഡിയോ ഇട്ടാൽ മതി, വോയിസ് ഓവർ കൊടുക്കേണ്ടില്ല, മ്യൂസിക് ഇടേണ്ടില്ല. ഞാനും ചിലപ്പോൾ മുമ്പ് ഒരു 5, 6, 7, 8 മാസം മുമ്പിലിട്ട വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പം നിങ്ങൾ പഴയ ക്രിയേറ്റേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്ന സെറ്റിങ്സ് അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പഴയ വീഡിയോസ് എടുത്തിട്ട് കണ്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പുതിയ കണ്ടന്റ്, പുതിയ യൂട്യൂബേഴ്സ് പുതിയ കണ്ടന്റുകൾ തരുന്ന സമയത്ത്, പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ആ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതല്ലാണ്ട് പഴയ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും മനസ്സിലാവത്തില്ല. സെറ്റിങ്സ് ചിലപ്പോൾ ചേഞ്ച് ആക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം കാര്യമായിരിക്കും, പക്ഷേ വർക്ക് ചെയ്യത്തില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് പറയാം, ഇപ്പോൾ യൂട്യൂബ് പറയുന്നത് മുമ്പ് ഷോർട്സിനെല്ലാം ഏറ്റവും കൂടുതൽ ടാഗിലാണ് ഓടിക്കൊണ്ടിരുന്നത്. ഏറ്റവും നല്ല ട്രെൻഡിങ് ടാഗുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ഓടും. അങ്ങനത്തെ ഒരു കട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവരും ടാഗിനെ കുറിച്ചിട്ടും കീവേഡിനെ കുറിച്ചിട്ടും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിരന്തരമായിട്ട് ടാഗിനെ കുറിച്ചിട്ടും കീവേഡ് ഇടണം, നിങ്ങൾ ടാഗ് ഇടണം, കീവേഡ് ഇടണം, ഇങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, അത് ഏറ്റവും കൂടുതൽ ആ സമയത്ത് അതായിരുന്നു റീച്ചിലേക്ക് പോകുന്നുള്ളത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, യൂട്യൂബ് അത് എടുത്ത് മാറ്റിയത് നമ്മൾ അറിയുന്നില്ല. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ടാഗ് കൂടുതൽ ഓവറായിട്ട് ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ റീച്ച് കൊടുക്കുന്നില്ല. അത് മാത്രമല്ല ടൈറ്റിലിൻ്റെ കൂടെ ടാഗുകൾ ആഡ് ചെയ്യുന്നാലും യൂട്യൂബ് റീച്ച് കൊടുക്കുന്നില്ല. ഇപ്പോൾ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുള്ളവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്നുള്ളത് ടൈറ്റിലും തംബ്നെയിലിൻ്റെ ബേസിലാണ്. ടൈറ്റിലും തംബ്നെയിലിൻ്റെ ബേസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വ്യൂസ് വരുന്നുള്ളത്. ഏറ്റവും കൂടുതൽ ബെറ്റർ തംബ്നെയിൽ ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അവർക്കായിരിക്കും ഏറ്റവും തംബ്നെയിൽ ഇടാതെ നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് തംബ്നെയിൽ വരുന്നില്ലേ, അതിൽ വ്യൂസ് വളരെ കുറവായിരിക്കും. വ്യൂസ് വളരെ കുറവായിട്ടാണ് കാണിക്കുക. അത് ഏറ്റവും കൂടുതൽ റീച്ച് കുറയുന്നതും തംബ്നെയിലും ടൈറ്റിലും ശരിയില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു കാര്യം കൂടി യൂട്യൂബ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, തംബ്നെയിലും ടൈറ്റിലും സെയിം ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നിങ്ങൾ വീഡിയോയിൽ എന്താണോ പറഞ്ഞു പോകുന്നത് അത് സിമിലാരിറ്റി ഉണ്ടായിരിക്കണം. അല്ലാണ്ട് തംബ്നെയിലും ഇത് ക്ലിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനും ഒരു റീസൺ ഉണ്ടായിരുന്നു. മുമ്പ് കൂടുതൽ ആൾക്കാരും തംബ്നെയിലിൽ എന്തെങ്കിലും ഒരു
എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. തംബ്നെയിൽ നിങ്ങൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് റീച്ച് കിട്ടും, പെട്ടെന്ന് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ആ ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ യൂട്യൂബ് അത് കണ്ടുപിടിച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു, യൂട്യൂബ് ആ ട്രിക്കും കൂടി യൂസ് ചെയ്ത് എടുത്തു കളഞ്ഞു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ വീഡിയോ ഇപ്പോൾ എന്തെങ്കിലും ഒരു കുക്കിങ്ങിനെ കുറിച്ചിട്ടായിരിക്കും നിങ്ങൾ വീഡിയോ ഇടുന്നുള്ളത്. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റീൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആ സെലിബ്രിറ്റീനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നത് പോലെ നിങ്ങൾ ആ തംബ്നെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ യൂട്യൂബ് അത് കണ്ടുപിടിക്കും. ഓക്കെ, യൂട്യൂബ് വിചാരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കൊടുത്തതും ടൈറ്റിൽ കൊടുത്തതും ചിലവർക്ക് ഒരു തെറ്റിദ്ധാരണ മലയാളത്തിലാണ് ഇത് മനസ്സിലാവത്തില്ല എന്ന്. പക്ഷേ ട്രാൻസ്ലേറ്റർ ചെയ്തിട്ട് AI ഉപയോഗിച്ചിട്ടാണ് ഓൾറെഡി യൂട്യൂബ് ജനറേറ്റ് ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ അൽഗോരിതം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഏത് ലാംഗ്വേജിലും എന്ത് ലാംഗ്വേജിലും ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ഹൈഡ് ചെയ്യാനും കമൻറ്റിൻ്റെ കുറേ കാര്യങ്ങളും ഇതൊക്കെ ഓൾറെഡി യൂട്യൂബ് മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തൊരു ശ്രദ്ധിക്കുക, നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് വേറൊരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളൊരു പുതിയ ചാനൽ തുടങ്ങിയവരാണ് എന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ ചാനൽ തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവരാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഈ ടൈമിൽ നിങ്ങൾ ആദ്യം വീഡിയോ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾ 2-3 വീഡിയോസ് റീയൂസ്ഡ് കണ്ടന്റ്, മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഇട്ടാൽ നിങ്ങൾക്ക് റീയൂസ്ഡിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വരത്തില്ല. നിങ്ങൾ വീഡിയോസ് റീച്ചിലേക്കല്ല പോകും. പക്ഷേ പിന്നെ നിങ്ങൾ നിരന്തരം വീഡിയോ ഇടുന്ന സമയത്ത് ഒരു വീഡിയോസ് പോലും നിങ്ങൾ റീച്ചിലേക്ക് പോകത്തില്ല. നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ഇട്ടാൽ പോലും നിങ്ങളെ വീഡിയോസ് അവിടെ സ്റ്റക്കായി നിൽക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പിന്നെ റിപ്പീറ്റായിട്ട് പിന്നെ റീയൂസ്ഡ് കണ്ടന്റ് ഇട്ട് എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും റീച്ച് കിട്ടാൻ പോകുന്നില്ല. അത് കൂടുതൽ എൻഗേജ്മെൻറ്റിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് വെച്ചാൽ, പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് റീയൂസ്ഡ് കണ്ടന്റ് വേറെ ആൾക്കാരുടെ വീഡിയോ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇട്ടാലോ അല്ലാന്നുണ്ടെങ്കിൽ അതേപടി എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ എവിടെ നിന്ന് എടുത്തിട്ട് ഇട്ടാലും, നിങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് ഇട്ടാലും കോപ്പിറൈറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ റീയൂസ്ഡ് കണ്ടന്റ്, അല്ലാന്നുണ്ടെങ്കിൽ മാസ് പ്രൊഡക്റ്റ് കണ്ടന്റ്, ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് വരിക. അപ്പോൾ അത് വരുന്നത് ഓൾറെഡി നിങ്ങൾക്ക് ജിമെയിലോ മെയിലിലോ ഒന്നും അറിയത്തില്ല, നിങ്ങൾക്ക് പോലും അറിയത്തില്ല. അത് യൂട്യൂബ് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്തതാണ്. കാരണം എന്താ വെച്ചാൽ സോൾവ് അല്ല, ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുതിയ ചാനൽ തുടങ്ങുകയാണെങ്കിൽ, നിങ്ങളെ സ്വന്തം കണ്ടന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് റീച്ചിലേക്ക് കിട്ടും. ചില ആൾക്കാർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, പലവരും ചോദിക്കുന്ന ചോദ്യമാണ് എന്താണെന്ന് വെച്ചാൽ, ചിലവരുടെ ചാനൽ 30 വീഡിയോസ് 40 വീഡിയോസൊക്കെ കിട്ടിയിട്ട് മോണിറ്റൈസേഷൻ ചെയ്ത ആൾക്കാരുണ്ടല്ലോ എന്ന്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കണ്ടൻറ്റോ ഒരു ഒറിജിനലായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നല്ല ക്വാളിറ്റിയോ വീഡിയോ ഒക്കെ എന്തെങ്കിലും മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ എന്നാലും എന്തുകൊണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ, അവർ വേറൊരാളുടെ വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ്. യൂട്യൂബ് പെട്ടെന്ന് എൻഗേജ്മെൻറ്റിലേക്ക് പുതിയൊരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ 100% ഉറപ്പ് നിങ്ങൾ ഓൺ കണ്ടന്റ്, നിങ്ങൾ ഒറിജിനൽ കണ്ടന്റ് ഇട്ട്, ഫേസ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ഫേസ് കാണിക്കാത്ത പല ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്, ഫേസ് കാണിക്കാത്ത വീഡിയോ ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ അവർ എന്തെങ്കിലും വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ എന്തെങ്കിലും പ്രൊഡക്ഷൻ കാണിക്കുകയായിരിക്കും, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വോയിസ് കേൾക്കാനുള്ള എന്തെങ്കിലും കോമഡി സീനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. ഇത് 2 കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അവർ റീച്ചിലേക്ക് പോകുന്നത്. ഫേസ് കാണിച്ചവരാണെങ്കിൽ പിന്നെ അങ്ങനെ റീച്ചിലേക്ക് പോകുന്നതെന്ന് പറയാമല്ലോ, ഫേസ് കാണിക്കാത്തവരാണെങ്കിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് തോന്നുന്ന വീഡിയോസ് ഇപ്പം തന്നെ നിങ്ങൾക്ക് വ്യൂസ് വരുന്നില്ല, കൂടുതൽ വ്യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ റീയൂസ്ഡ് കണ്ടന്റുകൾ വീഡിയോസുകൾ ഫുള്ള് ഡിലീറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചിട്ട് കാര്യമില്ല, അൺലിസ്റ്റഡ് ആക്കിയിട്ട് വെച്ചിട്ടും കാര്യമില്ല. അതൊക്കെ ഓൾറെഡി യൂട്യൂബിന് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രൈവറ്റ് വീഡിയോസ് ഉണ്ടെങ്കിലും യൂട്യൂബ് ഓൾറെഡി അൽഗോരിതം ചെക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീഡിയോസ് കാണും. അപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആക്കിയിട്ട് വെച്ചിട്ടും കാര്യമില്ല. പക്ഷേ പ്രൈവറ്റ് ആക്കിയിട്ടോ അൺലിസ്റ്റഡ് ആക്കിയിട്ടോ വെച്ചാൽ വാച്ചിങ് ഹവേഴ്സും വ്യൂസും കൗണ്ട് ആവത്തില്ല, അത് പ്രശ്നം വേറെ. പഴയ വ്യൂസ് നിങ്ങൾക്ക് അതിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ ആഡ് ആയിട്ട് നിൽക്കുന്നല്ലാതെ നിങ്ങൾ പഴയ വീഡിയോസിന് വാച്ചിങ് ഹവേഴ്സും ഇതും കൗണ്ട് ആവും എന്ന് വിചാരിച്ചിട്ട് അവിടെ വെക്കരുത്. അപ്പോൾ എന്ത് ചെയ്യുക, പഴയ വീഡിയോസ് 1 വർഷം മുമ്പോ അല്ലാന്നുണ്ടെങ്കിൽ 9 മാസം മുന്നോ 8 മാസം മുമ്പോ ആണോ നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് വീഡിയോസ് ഇട്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഒന്നെങ്കിലും വ്യൂസ് ഉണ്ടാവത്തില്ല, വീഡിയോക്ക് വെറും വീഡിയോ വേറെ ആൾക്കാരുടെ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ വ്യൂസ് ഉണ്ടാവത്തില്ല. വെറുതെ ആ വീഡിയോ നമ്മളെ ചാനൽ ഡെഡ് ആവാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ വെക്കുകയാണ് വീഡിയോസ്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യുക, ആദ്യം ചാനൽ ക്ലിയർ ചെയ്യുക. ചാനൽ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വീഡിയോസ് ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വ്യൂസ് വരും. അല്ലാണ്ട് വ്യൂസ് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോസ് മൊത്തം അതിൽ വെച്ചിട്ട് അതിന് പിന്നെയും ഇതേപോലത്തെ കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് വരാൻ ഭയങ്കര കഷ്ടമാണ്. ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ വരത്തില്ല വ്യൂസ്, ഓപ്പണായി പറയാമല്ലോ, വ്യൂസ് വരത്തില്ല. അപ്പം നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടന്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ചാനൽ പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിപ്പോൾ പഴയ പോലെ ആയിരിക്കില്ല ഇപ്പോൾ വീഡിയോ ഇടുന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ മുമ്പ്
മുമ്പ് ചിലപ്പോൾ പഠിക്കുന്നതിന് മുമ്പ് അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്താണെന്നറിയാതെ നമ്മൾ കോപ്പിറൈറ്റ് വീഡിയോസും പല വീഡിയോസും എടുത്തിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും ചെയ്യാൻ പറ്റും എന്നുള്ള വിചാരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വ്യൂസ് വാച്ചിങ് ഹവേഴ്സ് പോകുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം വാച്ചിങ് ഹവേഴ്സ് വ്യൂസ് ഇല്ലല്ലോ. അപ്പോൾ ഇല്ലാത്ത ഇത് പോകുമെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ചാനൽ ക്ലിയർ ചെയ്തിട്ട് നല്ല അടിപൊളി ബാനർ ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ലോഗോ കൊടുത്തിട്ട് പേരിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് നിങ്ങൾ ചാനലിന് കൊടുക്കുന്ന പേര്. നിങ്ങൾ വീഡിയോ ചെയ്യുന്നതും പേരും ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ബാനറും നിങ്ങളുടെ ലോഗോവും എല്ലാം ഒരു മാച്ച് രൂപത്തിൽ വന്നാലേ നിങ്ങൾക്ക് ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടത്തുള്ളൂ. ഓഡിയൻസ് റിട്ടൻഷൻ കുറേ ആൾക്കാർക്ക് ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്, ഒന്നും കാണിക്കത്തില്ല. ഓഡിയൻസ് റിട്ടൻഷൻ എന്താണെന്ന് പോലും അതിൽ കാണിക്കത്ത് പോലും ഇല്ല. അതെന്തുകൊണ്ടാണ് യൂട്യൂബിന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വീഡിയോ ഇടുന്നുള്ളത്? യൂട്യൂബിന് തന്നെ ഒരു 9 കാറ്റഗറിയാണ് വരുന്നുള്ളത്. ഈ 9 കാറ്റഗറിയിൽ പെടാത്ത വീഡിയോസ് ആകുമ്പോഴത്തേക്ക് യൂട്യൂബിന് തന്നെ കൺഫ്യൂസ് ഉണ്ടാവും. യൂട്യൂബ് തന്നെ അത് ആ ചാനൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് കുറക്കും. അപ്പം മെയിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രൗസ് ഫീച്ചറിലോ അല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് സെർച്ച് ഫീൽഡിലോ നിങ്ങളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഇതുപോലെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് ഏറ്റവും കൂടുതൽ റീച്ചിലേക്ക് പോകും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ ഡാറ്റ എന്നായിരിക്കും എല്ലായിടത്തും കാണിക്കുന്നുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ നിങ്ങളെ ഓഡിയൻസ് പ്രോപ്പറായിട്ട് ഓഡിയൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഓഡിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബിന് എൻഗേജ്മെൻറ്റ് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെ കണ്ടൻറ്റ് എന്താണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് കണ്ടൻറ്റാണോ ഇടുന്നുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡാറ്റ ഓപ്പണായി വരും അവിടെ. ഓക്കെ, ഓപ്പണായി വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓഡിയൻസ് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് അനാലിറ്റിക്സിൽ പോയിട്ട് അവിടെ ഓഡിയൻസ് എന്നൊരു സെക്ഷൻ കാണിക്കുന്നുണ്ടാവും. ഓഡിയൻസ് എന്നൊരു സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നില്ല. യൂട്യൂബിന് മനസ്സിലായിട്ടില്ല നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വീഡിയോ ഇടുന്നുള്ളത്, എന്ത് കണ്ടൻറ്റാണ് നിങ്ങളതെന്ന് യൂട്യൂബിന് മനസ്സിലായിട്ടില്ല, ഓഡിയൻസിലേക്ക് എത്തൂല്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും എല്ലാ ആൾക്കാർക്കും സാധാരണ നിങ്ങളുടെ വീഡിയോ എൻഗേജ്മെൻറ്റ് ഇല്ലാത്ത വീഡിയോസ്, ചാനൽ ഗ്രോത്ത് ഇല്ലാത്ത വീഡിയോസിലെല്ലാം കാണിക്കുക ഇതുപോലെ ആയിരിക്കും കാണിക്കുന്നത്. എല്ലാത്തിലും നോ ഡാറ്റ ഷോയിങ് എന്നായിരിക്കും കാണിക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ നല്ല കണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കും. ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ശരിയായ ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ശരിയായ ഓഡിയൻസിലേക്ക് എന്താണോ കണ്ടൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 100% നിങ്ങൾക്ക് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ മോണിറ്റൈസേഷൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അത് എല്ലാവരും പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് ചെയ്യാൻ അറിയാത്തതിൻ്റെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ. ചിലവർക്ക് ഫേസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും സ്വന്തം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഇപ്പോൾ ചിലപ്പോൾ ഒരു ഡ്രോയിങ് വരയ്ക്കുകയാണ്, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, ഷൂട്ടിംഗ് ചെയ്യുന്നത് ശരി ഉണ്ടാവില്ല. ഓക്കെ, ഷൂട്ട് ചെയ്യുന്നത് ശരി ഉണ്ടാവില്ല. ഒന്നെങ്കിൽ ക്യാമറ എവിടെയെങ്കിലും വെച്ചിട്ട് വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഇങ്ങനെ തിരിച്ചു വെക്കുന്നത്. ചില ആൾക്കാർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഒരാൾ എടുക്കുന്നുണ്ടാവും, ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, ക്യാമറ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത്. ആ വീഡിയോൻ്റെ ക്വാളിറ്റി പോയി അവിടെ. അപ്പോൾ ഷെയ്ക്ക് ചെയ്യാത്ത രൂപത്തിൽ ക്യാമറ നല്ല അടിപൊളി ഇങ്ങനത്തെ ഒരു ട്രൈപ്പോഡ് മേടിക്കുക. ഇങ്ങനത്തെ ഒരു ട്രൈപ്പോഡ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ 300-200 രൂപയ്ക്കെല്ലാം ഓൾറെഡി ആമസോണിൽ ഫ്ലിപ്കാർട്ടിലെല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുക. ഇങ്ങനത്തെ ട്രൈപ്പോഡ് 200-300 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനത്തെ ട്രൈപ്പോഡ് മേടിക്കുക. എൻ്റെ അടുത്ത് 2 ട്രൈപ്പോഡ് ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രോപ്പർട്ടി വേണം. അതിനുള്ള പ്രോപ്പർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആയിരിക്കും വീഡിയോ ഇടുന്നത്. നമുക്ക് തോന്നിയ ദിവസത്തിന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബിൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ട്രൈപ്പോഡ് മേടിക്കുക. നമ്മൾ ഡ്രോയിങ് വരക്കുകയാണെങ്കിൽ ഷെയ്ക്കില്ലാത്ത രൂപത്തിൽ എവിടെയെങ്കിലും നല്ല അടിപൊളിയായിട്ട് ക്യാമറ വെക്കാം. നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുക്കിങ്ങിൻ്റെ വീഡിയോ ആണെങ്കിലും കുറച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ ക്യാമറ വെക്കുന്ന സമയത്ത് ക്യാമറ കുറേ ആൾക്കാർ അടുപ്പിച്ച് ക്യാമറ വെക്കുക. അടുപ്പിച്ച് ക്യാമറ വെച്ചിട്ട് നമ്മൾ വീഡിയോസിൻ്റെ പാത്രത്തിൻ്റെ ചിലപ്പോൾ വക്കായിട്ടായിരിക്കും കാണുന്നുള്ളത്, സൈഡായിട്ടായിരിക്കും കാണുന്നുള്ളത്. അങ്ങനെ കാണാത്ത രൂപത്തിൽ ഫുള്ളായിട്ട് വിഷ്വൽ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റിങ്ങിൽ വെച്ചിട്ട് സൈഡാക്കി സൂം ചെയ്തിട്ട് ചെറുതാക്കാൻ പറ്റും. നമുക്ക് വേണ്ട രൂപത്തിൽ ഇതാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുള്ളത് ഒരു എക്സാമ്പിളിന് പറയുകയാണ്. ഞാനൊരു വീഡിയോ ചെയ്യുന്നുള്ളത് ഞാൻ ദൂരെ ഇരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നുള്ളത്. ഓക്കെ, ലോങ്ങിലാണ് ഉള്ളത്. അപ്പോൾ ലോങ്ങിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സൂം ആക്കിയിട്ട് ചെറുതാക്കാൻ പറ്റും. നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ സൂം ചെയ്തിട്ട് അതിന് ചെറുതാക്കിയിട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളിപ്പോൾ ഫുള്ളായിട്ടാണ് വീഡിയോ എടുക്കുന്നുള്ളത്. നമുക്ക് ആ ഭാഗം സൈഡ് ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗമാണ് ഞാൻ ഓൾറെഡി വീഡിയോ ഇടുന്നുള്ളത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂം ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ക്യാമറ ഫസ്റ്റായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം.
ഇപ്പം നമുക്ക് ഇങ്ങനത്തെ വീഡിയോസാണ്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലത്തെ വീഡിയോസാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വീഡിയോസ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, വേറെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ വേറെ എന്തെങ്കിലും ഡ്രോയിങ് വീഡിയോ വരയ്ക്കുന്ന വീഡിയോസ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഇതൊന്നും നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് അതൊരു പ്രൊഡക്റ്റാണ്. അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അതിനെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ക്യാമറ അങ്ങനെ 2 ഫോണോ 3 ഫോണോ ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ പോർഷൻ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുള്ളത് ആ പോർഷൻ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചെറുതാക്കുക വലുതാക്കുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മളല്ലാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കൂടുതൽ ഏറ്റവും വലിയ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് ഈ കുക്കിംഗ് വീഡിയോസ് എല്ലാം ഇടുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരൊരു വീഡിയോ ക്യാമറ ഓൾറെഡി ഒന്ന് വെച്ചിട്ടുണ്ടാവും. ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് വേറൊരു ക്യാമറ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ക്യാമറയിൽ ഫോൺ തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് ആ ക്യാമറ എടുക്കും. ആ ഷോർട്ട് വീഡിയോ ഏതാണോ ഷൂട്ട് ചെയ്യേണ്ട ഭാഗം ആ ഭാഗം മാത്രം എടുത്ത് ഷൂട്ട് ചെയ്യും. ഒരു ക്യാമറ ഇങ്ങനെ റോളിങ് ചെയ്തുകൊണ്ടിട്ടുണ്ടാവും. ആ സമയത്താണ് പിന്നീടാണ് കട്ട് ചെയ്തിട്ട് ഇടുന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയും അടിപൊളിയായിട്ട് ടിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഇനി ഈ 2026 എങ്ങനത്തെ അടിപൊളിയായിട്ട് വീഡിയോസെല്ലാം ഇടാൻ പറ്റും എന്ന് നമുക്ക് ഇനി കണ്ടന്റിനെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഇടുന്നതായിരിക്കും, കൂടുതലായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ കണ്ടന്റ് നിങ്ങൾക്ക് കണ്ടന്റ് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വീഡിയോ വരുന്നത് അതിനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്ത് കണ്ടന്റാണ് ഇനി യൂസ് ചെയ്യാൻ പറ്റുക, എന്ത് കണ്ടന്റ് ഇതുപോലെ ഇട്ടാലാണ് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുക എന്നൊക്കെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങളിപ്പോൾ പഴയ ചാനൽ എത്ര ഒരു വർഷമായിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാനൽ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, ആ ചാനൽ ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാമത് റീ ഓപ്പൺ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ആ ചാനൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊക്കെ അങ്ങനെ ചെയ്തതാണ്. ഓക്കെ, 2, 3, 4 ചാനലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒന്ന് സക്സസ് ആക്കി എടുക്കാറാണ്. നമ്മളെന്നല്ല പൊതുവെ എല്ലാവരും അങ്ങനെയാണ് സംഭവിക്കാറ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റീച്ചിലേക്കും പെട്ടെന്ന് കൂടുതൽ വ്യൂസിലേക്കെല്ലാം പോകുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ചാനലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കലല്ല. 2-3 ചാനലുകൾ തുറന്നിട്ട് ഏതാണോ ഏറ്റവും കൂടുതൽ വ്യൂസിലേക്ക് പോകുന്നത്, ഏത് കണ്ടൻറ്റാണ് എൻ്റെ റീച്ചിലേക്ക് പോകുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണ്. ഒരു ചാനൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്, ആ വീഡിയോസ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ചാനൽ തുടങ്ങുക. ആ ചാനലിൽ കുറച്ച് വീഡിയോസ് ഷോർട്ട് വീഡിയോക്കൊക്കെ സ്വന്തം വീഡിയോസ് ഇടാം. നിങ്ങൾ രണ്ടാമത്തെ ചാനൽ തുടങ്ങിയാൽ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു. നമ്മളെല്ലാം വീഡിയോസ് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചെടുത്തു. അപ്പോൾ ഈ പഠിച്ച് നിങ്ങൾ അറിവ് വെച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് ചാനലിൽ ഇടുന്നത് നിങ്ങൾ അറിവ് വെച്ചിട്ടായിരിക്കും. മുമ്പിട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് അറിയാതെയായിരുന്നു. അപ്പോൾ ഇനി ഇടുന്നത് അറിവ് വെച്ചിട്ടായിരിക്കും. ഒരു വർഷം വരെ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ 1 മാസം കൊണ്ട് പുതിയ ചാനൽ തുടങ്ങിയിട്ട് കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. 100% ഗ്യാരണ്ടിയാണ്. അങ്ങനെ നിങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും നിങ്ങളുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. 100% സക്സസ് ആയവർ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ 3-4 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബർ 1000 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർ ഇപ്പോൾ നിലവിൽ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ടല്ല 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയവർ നിങ്ങൾ ഓൾറെഡി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ അത് കൂടാണ്ട് ചാനൽ ഞാൻ ഓൾറെഡി ഫേസ്ബുക്കിനെ കുറിച്ചിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. പുതിയ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റീസെൻ്റായിട്ട്. കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോസ് അവിടെ കിട്ടും. ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.